നിങ്ങൾ മാറിയാൽ ലോകവും മാറും. മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ആന്തരിക സത്യങ്ങൾ. സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാകും. ആളുകൾ മോശമാണെന്ന് തോന്നും, സമൂഹം തെറ്റാണെന്ന് തോന്നും. പക്ഷേ ഒരിക്കൽ പോലും നമുക്ക് സ്വയം ചോദിച്ചിട്ടുണ്ടോ, ഞാൻ ശരിയാണോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു നേതാവിനെക്കുറിച്ചല്ല, ഒരു മനുഷ്യനെക്കുറിച്ചാണ്. സ്വയം ഉള്ളിൽ നിന്ന് മാറി ലോകത്തെ തന്നെ മാറ്റിയ ഒരാളെക്കുറിച്ച്. അതാണ് മഹാത്മാഗാന്ധി. സ്വയം മാറ്റമാണ് എല്ലാത്തിൻ്റെയും തുടക്കം. സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഏറ്റവും വലിയ ഹാബിറ്റ് എന്താണെന്നറിയാമോ? മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. അവൻ അങ്ങനെ ചെയ്തു, ഇവൻ ഇങ്ങനെ പറഞ്ഞു. ഇതെല്ലാം പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഗാന്ധിജി നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ സിമ്പിളായ ഒരു സത്യമാണ്. നീ മാറും ആദ്യം, പിന്നെ ലോകം മാറും. അദ്ദേഹം ആദ്യം സ്വയം മാറ്റി, ജീവിതത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവന്നു. നിങ്ങളെല്ലാം മനസ്സിലാക്കിയത് അതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. ചെറിയ കാര്യങ്ങളിൽ പോലും സത്യവും നീതിയും പാലിച്ചു. നമുക്കും അതെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെറിയ കാര്യങ്ങളിൽ പോലും സത്യസന്ധത പുലർത്താൻ തുടങ്ങും. അതാണ് വലിയ മാറ്റത്തിൻ്റെ തുടക്കം. സത്യം ജീവിതത്തിന് നട്ടെല്ലാണ്. സത്യസന്ധത എന്ന് പറയുന്നത് കേൾക്കാൻ നല്ലതാണ്, പക്ഷേ അത് പാലിക്കാൻ വരുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. സുഹൃത്തുക്കളെ, ചിലപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് നഷ്ടമുണ്ടാകും. ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടാതെ പോകും. പക്ഷേ ഗാന്ധിജി എന്താണ് കാണിച്ചിരുന്നത്? സത്യം ഒടുവിൽ ജയിക്കും. സത്യം പാലിക്കുന്നവർക്ക് ഉള്ളിൽ ഒരു ശാന്തി ഉണ്ടാകും. ആ ശാന്തി ഉണ്ടല്ലോ, പണവും സ്ഥാനവും കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അഹിംസ യഥാർത്ഥ ശക്തിയാണ്. നമുക്ക് ആരെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ഉടനെ പ്രതികരിക്കും. കോപം വരും, പ്രതികാരം ചെയ്യണമെന്ന് തോന്നും. പക്ഷേ ഗാന്ധിജി പറഞ്ഞു, കോപം കൊണ്ടല്ല, കരുണ കൊണ്ട് ജയിക്കണം. അഹിംസ എന്നത് ദുർബലതയല്ല, അതൊരു വലിയ ശക്തിയാണ്. നമ്മൾ കോപം നിയന്ത്രിക്കാൻ പഠിച്ചാൽ നമ്മുടെ ജീവിതം പകുതി ശരിയാകും. സഹനം സമയമെടുത്താലും വിജയം കൊണ്ടുതരും, അത് ഉറപ്പാണ്. ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം ഇൻസ്റ്റൻ്റ് ആയിരിക്കണം. 5 മിനിറ്റിൽ റിസൾട്ട് വേണം. പക്ഷേ ജീവിതം അത്ര എളുപ്പമല്ല സുഹൃത്തുക്കളെ. ഗാന്ധിജിയുടെ പോരാട്ടം അത് നേടിയെടുക്കാൻ വർഷങ്ങളെടുത്തു. എന്ത് സ്വാതന്ത്ര്യം! നല്ല കാര്യങ്ങൾ കിട്ടാൻ സമയമെടുക്കും. സമയം അഥവാ സഹനമില്ലെങ്കിൽ വിജയമില്ല. നമുക്ക് പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യണം. അതായത് എല്ലാം നമുക്ക് പതുക്കെ കൊണ്ടുവരണം. മാറ്റങ്ങൾ അത് ജീവിതം മാറ്റുന്ന ഒരു സ്കില്ലാണ്. ലളിതമായ ജീവിതം, ആഴമുള്ള സന്തോഷം. ഇന്നത്തെ ലോകം നമ്മളോട് എന്താണ് പറയുന്നത്? കൂടുതൽ പണം, കൂടുതൽ സന്തോഷം. പക്ഷേ ഗാന്ധിജി എന്താണോ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നത്? വളരെ ലളിതമായ ജീവിതം, യഥാർത്ഥ സന്തോഷം. അദ്ദേഹം വളരെ ലളിതമായി ജീവിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിയായ സമാധാനം ഉണ്ടായിരുന്നു. നമുക്കും ഒന്ന് ചിന്തിക്കാം, നമുക്ക് വേണ്ടത് അധികം വസ്തുക്കളാണോ, അല്ലെങ്കിൽ വേണ്ടത് മനസ്സിൻ്റെ ശാന്തിയാണോ? ഭയമില്ലാതെ നിൽക്കാൻ പഠിക്കണം. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നാം പലപ്പോഴും പേടിക്കും. ആളുകൾ എന്താണ് പറയുക? ഞാൻ പരാജയപ്പെട്ടാൽ എന്താകും എൻ്റെ കാര്യങ്ങൾ? പക്ഷേ ഗാന്ധിജി എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ എന്താണ് പഠിപ്പിച്ചത്? ശരിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പേടിക്കണ്ട. ധൈര്യം നമ്മളെ ഒരിടത്ത് പിടിച്ചു നിർത്തും. ധൈര്യം നമ്മളെ മുന്നോട്ട് നയിക്കും. സ്നേഹവും ക്ഷമയുമാണ് ഏറ്റവും വലിയ ആയുധം. നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും ബുദ്ധിമുട്ട് ചെയ്താൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ ക്ഷമിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഗാന്ധിജി നമ്മളോട് പറയുന്നത് ക്ഷമിക്കുക, അത് നമ്മളെ സ്വതന്ത്രരാക്കും. ഹൃദയത്തിൽ വിഷം വെച്ചാൽ നമ്മൾ തന്നെയാണ് കഷ്ടപ്പെടുന്നത്. ക്ഷമിച്ചാൽ മനസ്സിന് ലഘുത്വം കൈവരും. സുഹൃത്തുക്കളെ, നമ്മളെല്ലായ്പ്പോഴും ലോകം മാറുമെന്ന് ആഗ്രഹിക്കുന്നവരും അത് പറയുന്നവരുമാണ്. പക്ഷേ ഒരു ചെറിയ തീരുമാനമെടുക്കാമോ? ഞാൻ ഒന്ന് മാറാൻ ശ്രമിക്കാമെന്ന്. ഇന്നു മുതൽ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങൂ. അതിൽ സത്യസന്ധത പാലിക്കൂ. കോപം കുറയ്ക്കുവാൻ ശ്രമിക്കൂ. മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് സ്വയം നോക്കൂ. നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ കുടുംബം മാറും. നിങ്ങളുടെ കുടുംബം മാറുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറും. അത് പതുക്കെ ഈ ലോകവും മാറ്റും. ഒരു മനുഷ്യൻ മാറിയപ്പോൾ ഒരു രാജ്യം മാറി. ഇന്ന് നിങ്ങൾ മാറിയാൽ നാളെ നിങ്ങളുടെ ലോകവും മാറും. ഈ വീഡിയോ നിങ്ങളെ കുറച്ചെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇങ്ങനെയുള്ള ജീവിത പാഠങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.